ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണേ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയാണ് കേട്ടോ ആക്കുന്നത്. മാവ് ഇന്നലെ എല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പം ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം കട്ടൻ ചായ ഉണ്ടാക്കി, പിന്നെ 2 മുട്ട ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അത് പുഴുങ്ങാനും വെച്ചു കേട്ടോ. എന്നിട്ട് ആ ഗ്യാപ്പിന് മുട്ടക്കറിക്കുള്ള ഉള്ളിയെല്ലാം വേഗം കട്ട് ചെയ്ത് വെച്ചേ. അത് കഴിഞ്ഞിട്ടാണ് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയത്. ആദ്യം ഉണ്ടാക്കിയ അപ്പം അയറയ്ക്ക് കൊടുത്തു കേട്ടോ കഴിക്കാൻ വേണ്ടി. ഞാൻ അപ്പം ഉണ്ടാക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഇരുത്തി കേട്ടോ. അവളവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ദോശ അങ്ങനെ ആൾക്ക് അധികം ഇഷ്ടമല്ല കേട്ടോ, പക്ഷെ അപ്പം ഇഷ്ടമാണ്. കറിയൊന്നും കൂട്ടി കഴിക്കത്തില്ല കേട്ടോ, വെറുതെ ഇങ്ങനെ മുറിച്ച് കഴിക്കുവാണ്. ഒരടുപ്പിൽ വെച്ച് അപ്പം ഉണ്ടാക്കി, പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ട് ഉള്ളിയെല്ലാം വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ആളിവിടെ ടാങ്കിൻ്റെ ബോട്ടിലെല്ലാം എടുത്തിട്ട് വന്നിട്ട് വെള്ളം കലക്കാൻ വേണ്ടിയിട്ട് വന്നിരിപ്പുണ്ട് കേട്ടോ. കുറച്ച് കയ്യിലെല്ലാം തട്ടിക്കൊടുത്തേ കഴിക്കാൻ വേണ്ടി. പിന്നെ ഒരു ഗ്ലാസ്സിൽ കുറച്ചെടുത്തിട്ട് അത് ടാങ്ക് കലക്കി കേട്ടോ. എന്നിട്ട് അയരയ്ക്കും കുറച്ച് കൊടുത്ത് കുറച്ച് ഞാനും കുടിച്ചേ. രാവിലെ കറിയെല്ലാം ആവാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് ക്ഷീണമായിട്ടുണ്ടായിരുന്നേ. കുറച്ചത് വെള്ളം കുടിച്ചപ്പോൾ ഒരു ആശ്വാസമായി. ഇന്നത്തെ അപ്പം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പത്തിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ വേണ്ടി ഇന്നലത്തെ കുറച്ച് മീൻ കറി ഇരിപ്പുണ്ടായിരുന്നേ, അതും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ സമയം ഏറെയായിട്ട് ഇങ്ങനെ കളിച്ചിരുന്നു കേട്ടോ. അവളിങ്ങനെ ചിരിപ്പിച്ച് ആൾ ചിരിക്കുന്നുമുണ്ട്, ഇടയിൽ കൂടെ കരയുന്നുമുണ്ട്. പിന്നെ അമ്മയൊക്കെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അമ്മയോട് വീഡിയോ കോളൊക്കെ ചെയ്ത് സംസാരിച്ച്. ഇങ്ങനെ കോളിലൊക്കെ സംസാരിക്കാൻ ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ ചില സമയത്തങ്ങ് ഭയങ്കര ഇതായിട്ടങ്ങ് പോകും കേട്ടോ, മൈൻഡാക്കും. ഇപ്പം അയറയുടെ ഒരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ, ഉമ്മ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നക്കുന്നത്. ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അയറയുടെ കൂടെ കളിച്ചിരുന്ന സമയം പോകുന്നത് അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഉച്ചയായേ. ചോറൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മീൻ മേടിച്ചതിരിപ്പുണ്ടായിരുന്നേ, അതങ്ങനെ കഴുകാൻ വേണ്ടി വന്നു. 2 ഐറ്റം ഉണ്ടായിരുന്നേ, ചെമ്മീനും ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചെറിയ ടൈപ്പ് മത്തിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രീ ആയതുകൊണ്ട് തന്നെ എല്ലാം കഴുകി വെക്കാമെന്ന് കരുതിയേ. 2ഉം എടുത്തിട്ട് വന്നു. ഞാൻ മീൻ കഴുകുന്ന സമയത്ത് തന്നെ അയറ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ച് അതിൻ്റെ അകത്ത് മീനൊക്കെ ഇട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. അവൾക്കും വേറെ എൻജോയ്മെൻറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സമയം ഇങ്ങനെയൊക്കെ ടൈം പോയിക്കോട്ടെ എന്ന് കരുതും കേട്ടോ. അങ്ങനെ മീനൊക്കെ മുറിച്ച് റെഡിയാക്കി ഇന്നത്തേക്ക് കുറച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ എടുക്കാമെന്ന് കരുതിയേ. നേരത്തെ വാങ്ങിച്ച കണവ മീൻ കുറച്ച് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് 2ഉം കൂടെ മിക്സാക്കിയിട്ട് കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാലയെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ മത്തി എടുത്തിട്ട് മുളകിട്ട് നല്ല പുളിയൊക്കെ ഇട്ട് ഇങ്ങനെ കറിയാക്കാമെന്നും കരുതി കേട്ടോ. ഇന്ന് വേറെ പച്ചക്കറിയൊന്നും വെച്ചിട്ടില്ലായിരുന്നേ. ഈ മുളകിട്ട് മീൻ കറി വെക്കുമ്പോൾ കടുകൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് വഴറ്റുമ്പോൾ ഭയങ്കര ഒരു മണം വരും കേട്ടോ. ഈ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ എത്ര ശ്രദ്ധിച്ചാലും എല്ലാ ദിവസവും എൻ്റെ കയ്യിൽ എണ്ണ തെറിക്കുക എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും കേട്ടോ. മീനൊക്കെ വെച്ച് കളിച്ചതിന് ശേഷം ഒരാൾ കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നിരിപ്പുണ്ട് ചോക്ലേറ്റൊക്കെ കഴിച്ചിട്ട്. അയറയ്ക്ക് മുന്നത്തെക്കാളും ഇപ്പോൾ കുറച്ച് കുസൃതിയെല്ലാം കൂടുതലാണ്. ചെമ്മീൻ ഫ്രൈ ആക്കുമ്പോൾ ലാസ്റ്റ് കുറച്ച് ഉള്ളിയും കുറച്ച് മല്ലിയിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ അത് ഒരുപാട് ഡ്രൈ ആവാൻ പാടില്ല. കുറച്ച് ഇങ്ങനെ ഇട്ടൊരു 5 മിനിറ്റ് ഒന്ന് ജസ്റ്റ് അതിൻ്റെ കൂടെ യോജിപ്പിച്ചിട്ട് എടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മീൻ ഫ്രൈക്കും കറിക്കൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പാത്രങ്ങളെല്ലാം കഴുകാമെന്ന് കരുതിയേ. മീൻ കഴുകിയ പാത്രവും ബാക്കി ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തതൊക്കെ കഴുകാനുണ്ടായിരുന്നേ. അങ്ങനെ എൻ്റെ കിച്ചണിലെ പാത്രം കഴുകൽ ഒതുക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മുളകിട്ട് വെച്ച മീൻ കറിയെല്ലാം നല്ല വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചേ. അയറയ്ക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൽ ഉള്ളിയൊന്നും കഴിക്കത്തില്ലേ. അത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചോറും കഴിക്കത്തില്ല. ഈ ചെമ്മീൻ മാത്രം ഇങ്ങനെ പെറുക്കി കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഒരെണ്ണം വായിക്കാത്ത വെക്കും, പിന്നെ അതിങ്ങനെ ചവച്ചിങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് എവിടെന്നെങ്കിലുമൊക്കെ ഓടി ഇങ്ങനെ എൻ്റെ അടുത്ത് വരും, അടുത്ത് കഴിക്കും. അങ്ങനെയായിരുന്നേ. മറ്റ് വെജിറ്റബിൾ കറികളൊന്നും ഇല്ലായിരുന്നിട്ടും ഇന്ന് ഫുഡ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് നാളെ ഒരു ഓണം ഫംഗ്ഷൻ ഉണ്ട് കേട്ടോ. അതിന് പോകാനായിട്ടുള്ള സാരിക്ക് പ്ലേറ്റ്സ് എല്ലാം എടുത്ത് വെച്ച് റെഡിയാക്കുന്ന പരിപാടിയിലാണേ. ഒരു പഴയ ബ്ലൗസ് ഉണ്ട് കേട്ടോ ഇതിന് മാച്ചായിട്ടുള്ളത്. കുറച്ച് മുന്നേ ഉള്ളതായതുകൊണ്ട് തന്നെ കുറേ അഴിച്ചെല്ലാം ഇടേണ്ടി വന്നേ. അങ്ങനെ ഒരുവിധം കുറേ സ്റ്റിച്ചെല്ലാം പൊളിച്ച് എനിക്ക് പാകാവുന്ന രീതിയിലാക്കിയെടുത്ത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.